പാകിസ്ഥാനിൽ നിന്ന് തപാൽ വഴി വരുന്ന കത്തുകളും പാഴ്സലുകളും നിർത്തിവെച്ച് ഇന്ത്യ. ഇത് സംബന്ധിച്ച് സർക്കാർ ഉത്തരവിറക്കി. അതേസമയം ഇന്ത്യൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട പാക് നുണപ്രചാരണം ഇന്ത്യ പൊളിച്ചെടുക്കി. യുദ്ധം ചെയ്യാൻ മടിച്ചതിനും മറ്റും ഉദ്യോഗസ്ഥരെ പുറത്താക്കിയെന്നായിരുന്നു പാക് മാധ്യമങ്ങളുടെ പ്രചാരണം. ബൽറാം നെടുങ്ങാടി പൂഞ്ച് നിന്നും ചേരുന്നു. ഒപ്പം കത്തിടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ ഡൽഹിയിൽ നിന്നും ചേരുന്നു. ആദ്യം ബൽറാമിലേക്ക്. ബൽറാം, വിവിധ രീതിയിലുള്ള നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട്. അത് കൂടുതൽ പ്രകോപിപ്പിക്കുന്നുണ്ടോ പാകിസ്ഥാനെ? ഇപ്പോൾ നിലവിൽ ഈ തപാൽ വഴിയുള്ള സേവനങ്ങൾ അതെല്ലാം നിർത്തിവെക്കുന്നു ഇന്ത്യ. അപ്പോൾ എന്താണ് അതിൽ പാകിസ്ഥാന്റെ പ്രതികരണം വന്നിരിക്കുന്നത്? മറ്റു വിവരങ്ങൾ എന്താണ്? പ്രജിൻ, പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള പരിഭ്രാന്തിയിൽ ആയിരിക്കുകയാണ്. ഇന്ത്യ ആകട്ടെ കൃത്യമായ ഓരോ നടപടികൾ, നേരത്തെ നിശ്ചയിച്ച തീരുമാനങ്ങൾ അനുസരിച്ചുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ആദ്യഘട്ടത്തിൽ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ സിന്ധു നദീ ജല കരാർ റദ്ദാക്കിക്കൊണ്ട് കനത്ത ആഘാതം പാകിസ്ഥാന് ദീർഘകാല ആഘാതം ഏൽപ്പിക്കാനുള്ള ഒരു തീരുമാനമെടുത്തു. തുടർന്നാണ് പാകിസ്ഥാന്റെ പ്രൊപ്പഗണ്ടകൾ ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്ന വെബ്സൈറ്റുകൾക്ക്, അത് വാർത്താ വെബ്സൈറ്റുകൾക്കും ഉൾപ്പെടെ നിരോധനം ഏർപ്പെടുത്തിയത്. കൂടാതെ പാകിസ്ഥാനിലെ രാഷ്ട്രീയ നേതാക്കളുടെ, പ്രധാനമന്ത്രിയുടേതും സെലിബ്രിറ്റികളുടേതും അടക്കമുള്ള സമൂഹ മാധ്യമ അക്കൗണ്ടുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ. ഇത്തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു ഭാഗത്ത് പാകിസ്ഥാനിലെ നേതാക്കൾ ഈ പ്രകോപനപരമായ വാക്കുകൾ ആവർത്തിക്കുന്നു. പാക് സൈന്യം അതേസമയം വീണ്ടും മിസൈൽ പരീക്ഷണം നടത്തിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള സമ്മിശ്രമായ ഒരു പ്രതികരണം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നത് പാകിസ്ഥാനിലെ ഭരണകൂടവും സൈന്യവും ISIയും വ്യത്യസ്തമായ നിലപാടുകളിലാണ് ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ്. അതിർത്തിയിൽ ഇപ്പോഴും പ്രകോപനം തുടരുകയാണ്. തുടർച്ചയായി 8ാമത്തെ രാത്രിയും ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നു. അത് ഏതാണ്ട് 12 ഇടങ്ങളിലാണ് ഈ കഴിഞ്ഞ 9 ദിവസങ്ങൾക്കിടെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. അഗ്നൂർ പോസ്റ്റിലേക്ക് തുടർച്ചയായി 5ാം ദിവസവും വെടിവെപ്പ് ഉണ്ടായിരിക്കുകയാണ്. ഇതിന് കൃത്യമായ തിരിച്ചടി ഇന്ത്യ നൽകുന്നുണ്ട്. കൂടാതെ പൂർണ്ണ സജ്ജമായി സൈന്യം ഇന്ത്യൻ അതിർത്തിയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. സൈനിക വിന്യാസം പൂർണ്ണമായിരിക്കുന്നു. എല്ലാ തരത്തിലുള്ള ആയുധ സന്നാഹങ്ങളും അതിർത്തിയിൽ എത്തിച്ച് അവ കൃത്യമായി തന്നെ വിന്യസിച്ചിട്ടുണ്ട് ഇന്ത്യ. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഒരു പ്രകോപനമുണ്ടായാൽ അത് നേരിടാൻ സജ്ജമാണെന്ന് സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്ത് നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം സർക്കാർ സൈന്യത്തിനും നൽകിയിട്ടുണ്ട്. അതേസമയം പാകിസ്ഥാനാകട്ടെ പരിഭ്രാന്തി പൂണ്ട് എന്തൊക്കെയോ ചെയ്യുന്ന മട്ടിലുള്ള നടപടികളാണ് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് പാക് അധീന കശ്മീർ, ഈ മേഖലയിൽ പൂർണ്ണമായും ഇപ്പോൾ ഭരണ സംവിധാനമോ അല്ലെങ്കിൽ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളോ സ്കൂളുകളടക്കമുള്ള മറ്റ് സ്ഥാപനങ്ങളോ പ്രവർത്തിക്കാത്ത ഒരു നിലയിലാണ്. ബാങ്കുകൾ ഏതാണ്ട് അടച്ചുപൂട്ടിയിരിക്കുന്നു മേഖലയിൽ. ഒപ്പം തന്നെ മദ്രസകളും സ്കൂളുകളും എല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. കൂടാതെയാണ് ഈ മേഖലയിൽ സൈറനുകൾ ഉൾപ്പെടെ പാകിസ്ഥാൻ സ്ഥാപിച്ചിരിക്കുന്നു. 50 ഇടങ്ങളിലാണ് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകുന്ന സൈറനുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഈ മേഖലയിൽ ജനങ്ങൾക്ക് സൈനിക പരിശീലനം അല്ലെങ്കിൽ ആയുധം ഉപയോഗിക്കാനുള്ള പരിശീലനം സൈന്യം നൽകുന്നതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. വലിയ തോതിലുള്ള ഒരു പ്രതിസന്ധി പാക് സൈന്യം ഈ ഘട്ടത്തിൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ആ ദൃശ്യങ്ങൾ. പ്രത്യേകിച്ച് പടിഞ്ഞാറൻ മേഖലയിൽ അഫ്ഗാനിസ്ഥാനുമായും ഒപ്പം തന്നെ ഈ ഭീകരവാദികളുമായുള്ള സംഘർഷം തുടരുകയാണ്. ബലൂജിലാകട്ടെ ബലൂജ് വിമതർ വലിയ തോതിലുള്ള ഏറ്റുമുട്ടലിലേക്ക് കടന്നിരിക്കുന്നു. സൈനിക സർക്കാർ ഓഫീസുകൾ പലതും വിമതർ കയ്യേറിയ സാഹചര്യമുണ്ട്. ഏറ്റുമുട്ടൽ ഈ മേഖലയിൽ സൈന്യവും വിമതരും തമ്മിൽ തുടരുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ കിഴക്കൻ മേഖല, ഇന്ത്യയുമായി ചേർന്നുള്ള അതിർത്തി മേഖലയിലേക്ക് കൂടുതൽ സൈന്യത്തെ വിന്യസിക്കേണ്ട ഒരു സാഹചര്യം പാകിസ്ഥാന് ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യയുമായിട്ട് പ്രകോപനം സൃഷ്ടിക്കാനാണെങ്കിൽ പോലും ഇത് വലിയ പ്രതിസന്ധി പാകിസ്ഥാനിൽ സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് പ്രകോപനം ഒരു ഘട്ടത്തിൽ ആവർത്തിക്കുമ്പോഴും ഇന്ത്യയെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം ചില പാക് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും അന്താരാഷ്ട്ര നേതാക്കളുമായി UN-മായി ഇടപെടൽ ആവശ്യപ്പെട്ട് രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നത്. ഈ പാകിസ്ഥാനിൽ നിന്നും ഒരു പ്രകോപനം തുടർച്ചയായി ഉണ്ടാവുകയാണ്. ഇനി ആവർത്തിച്ചുണ്ടാവുകയാണെങ്കിൽ അതിന് തക്കതായ തിരിച്ചടി, കനത്ത തിരിച്ചടി തന്നെ നൽകും എന്ന് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനുള്ള എല്ലാ സന്നാഹങ്ങളും തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. അതിർത്തി മേഖലകളിലെല്ലാം തന്നെ സുസജ്ജമായി തന്നെ ഇന്ത്യൻ സൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ട്. അതേസമയം പെഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുന്നു.
ഈ തെക്കൻ കശ്മീർ വിട്ട് ഭീകരർക്ക് പോകാനായിട്ടില്ല എന്ന് തന്നെയാണ് സുരക്ഷാ സേന വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഭീകരർക്ക് സഹായം നൽകുന്ന പ്രാദേശിക ഭീകരവാദികൾക്ക്, ഭീകരബന്ധമുള്ള പ്രദേശവാസികൾക്ക് എതിരായുള്ള നടപടികളാണ് ഇപ്പോഴും ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് 3000-ഓളം പേരെ ഇതിനകം തന്നെ ജമ്മു കശ്മീർ പോലീസും രാഷ്ട്രീയ റൈഫിൾസും ചേർന്ന് കസ്റ്റഡിയിലെടുത്തു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. പ്രജിൻ.